മനുവേട്ടാ മനുവേട്ടാ ഒന്നുകൂടെ വന്നേ. ഒരു കാര്യമുണ്ട്. ദേ ആരാ വന്നു നോക്ക്. ഏട്ടാ നോക്ക്, ദേ നമ്മുടെ അച്ഛൻ. വാ പറയാ. എന്റെ ഭാര്യ എന്തേ മനസ്സിലായില്ലേ? ആ അച്ഛൻ വെറുതെ തമാശ തമാശ. അച്ഛൻ പറയുന്നൊക്കെ തമാശയാ. അങ്ങനെ ഒരു ദിവസം ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ടുവന്നാൽ എങ്ങനെയാ? നിങ്ങൾ ഏതാ? നിങ്ങൾ എവിടെ നിങ്ങളുടെ വീട്? ഓ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാ പോരല്ലേ? പോരാ. ആ ഇത് ആരാ എന്തെന്ന് ഞങ്ങൾക്ക് അറിയണം. അറിയണം, നിനക്ക് അറിയണം. ആ അറിയണം. എന്താ പോത്ത് പോലെ വളർന്നല്ലടാ നീ നിൽക്കുന്നേരെ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. മക്കള് പോത്ത് പോലെ വളർന്നു എന്നുള്ളത്. എന്നിട്ടോ ഒരു മരുമോടെ ഒരു കാര്യം അറിയണം. എങ്ങനെ പോത്ത് പോലെയുള്ള ഈ രണ്ടെണ്ണം വളർന്നോന്ന്. നായു ഉരിയുള്ളപ്പോ ഈ രണ്ടെണ്ണത്തിന്റെ അമ്മ ചത്തതാ, അറിയോ? അന്നേ ആൾക്കാരെന്നോട് പറഞ്ഞതാ നിങ്ങളൊരു കല്യാണം കഴിക്കുന്നു. ഞാൻ കഴിച്ചില്ല. എന്താ രണ്ടാനമ്മ മക്കളെ നോക്കിയില്ലെങ്കിലോ? ആടാ എനിക്ക് വയസ്സായി എന്നുള്ള ധാരണ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ വീട്ടിൽ പോണ്ട, നിങ്ങൾ വീട്ടിൽ പോണ്ട. സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാ മതി ഇവിടെ. ഇനി ഞാനൊന്നും നോക്കട്ടെ. നീ ഒന്നും പറയണ്ട, നീ ഒന്നും പറയണ്ട. അതെയോ? സ്വന്തമായിട്ട് നായരി ഉണ്ടാക്കാൻ ഞാൻ നയിച്ചിട്ടല്ലേ ഇന്നും നിങ്ങൾ കഴിയുന്നേ അല്ലേ? പിന്നെ ആ എന്നാ പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളുടെ അച്ഛനാണെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് നാണും മനസ്സിലെ ഒന്നില്ലെങ്കിലും വയസ്സും പ്രായമായില്ലേ? ആ വയസ്സും പ്രായമൊക്കെ ആയി. അച്ഛന്റെ കാര്യം വരെ കണ്ട അച്ഛനെയല്ല നീ ഇനി കാണാൻ പോകുന്നത്. മനസ്സിലാക്കിക്കോ. എനിക്ക് മറ്റൊരു മുഖമുണ്ട്, മനസ്സിലായോ? ആൾക്കാർ കേട്ടോട്ടെ, ആൾക്കാരറിയണം മക്കളുടെ സ്വഭാവം, അച്ഛന്റെ ഈ വയസ്സുകാലത്തുള്ള അനുഭവം. മക്കളുടെ സ്വഭാവം കൊണ്ടാണ് എന്റെ ഒരു ഷർട്ടവുമുണ്ടോ? നിങ്ങളോ നിങ്ങളെ ഈ ഭാര്യമാർ ആരെങ്കിലും ഇന്നവരൊന്നും ശില്പി തന്നിട്ടുണ്ടോ? ഈ വയസ്സുകാലത്ത് എന്തെങ്കിലും കാര്യം അന്വേഷിക്കാൻ. ഭക്ഷണം കഴിക്കുന്നത് ആര് കൊണ്ടുവന്ന നമ്മളെ? നിന്റെ കെട്ടിയം കൊണ്ടുവന്നാണോ? ഞാൻ നയിച്ചിട്ടാണ് ഇന്ന് വരെ. നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, ഞാനത് അറിയിച്ചിട്ടില്ല. നിങ്ങക്ക് നാണുണ്ടില്ലേ? എന്നാ മക്കളെ ഒരു കാര്യം ചെയ്യും, മക്കള് നാണം സഹിച്ചിട്ട് ഇവിടെ ഇരിക്കണ്ട, ഇറങ്ങിക്കോയല്ല. ഇത് ഞാൻ നയിച്ചുണ്ടാക്കിയതാ, എന്റെ വിയർപ്പ. ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇതുവരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഞാൻ. എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്കാർക്കും നേരമില്ലല്ലോ ഇല്ലേ? അങ്ങനെയുള്ള നിങ്ങൾ എനിക്ക് വേണ്ട. പോയിക്കോ. ഭക്ഷണം 3 നേരം ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാറും കൊടു നേരാറും ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഡ്രസ്സ് തിരുമ്പില്ല, പിന്നെ ഞങ്ങൾ നിങ്ങൾ ഡ്രസ്സ് തിരുമ്പാൻ വന്നിക്ക? അതെ വേണ്ട, മക്കള് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലേ? ഇറങ്ങിക്കോ ഇവിടെ. ഓരോ അവന്മാര് തള്ളാറായാലും വരില്ല, മുതല് സ്വത്ത് മതിയല്ലോ അല്ലെ?